ഏയ് എന്ത് പണിയാ കിരണേ കാണിച്ചത്? ചൂട് ചായ കൊണ്ടുവന്ന് ബോർഡിൽ ഒഴിച്ചോ? എന്റെ കയ്യും പൊള്ളി. അഞ്ജന സോറി, അറിയാതെ പറ്റിപ്പോയി. അരവിന്ദേട്ടാ മനഃപൂർവ്വമല്ല, കാലെന്താ അവിടെ തട്ടി. ദേഷ്യപ്പെടല്ലേ അരവിന്ദേട്ടാ, സത്യമായിട്ടും പറ്റിപ്പോയതാ. ഐ എം റിയലി സോറി. പോ അവിടുന്ന്, ഞങ്ങൾ നന്നായിട്ട് കളിച്ചു വരുമായിരുന്നു. സോറി പറയാതെ എനിക്ക് വേറെ വഴിയില്ല. സോറി സോറി സോറി, ഐ എം റിയലി സോറി. ബോർഡ് മുഴുവൻ ചായ ആയല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആ ഓട് നന്നായിട്ട് നനഞ്ഞു. ഇനിയിപ്പോ സ്ട്രൈക്കർ ഓടില്ല. ഓടെ നന്നായിട്ട് തുടച്ചെടുക്കണം. എന്നിട്ട് നാളെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുത്താൽ മതി. ഇത് നാശമായി പോവുമായിരുന്നു ചേട്ടാ. പ്ലൈവുഡ് ആണ്, നനഞ്ഞ ഭാഗം പൊള്ളി ഇളകും. നമുക്ക് നോക്കാം. എന്തായാലും ഞാനിത് കഴി വെച്ചിട്ട് വരാം. അനു, ഈ കോയിനൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കേ. ആ ദേ ആ പോക്കറ്റിലൊക്കെ ഉണ്ട്. എടുത്തോ. ഹലോ ബ്രോ, അബദ്ധത്തിൽ ക്യാരംസ് ബോർഡിലേക്ക് എന്റെ കയ്യിൽ നിന്നും ചായ വീണെന്നാണോ ബ്രോ വിശ്വസിച്ചു വെച്ചേക്കുന്നത്? പക്ഷെ അങ്ങനല്ല. കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് നിങ്ങളുടെ കളി മുടക്കണമെന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ ആ ചായ ക്യാരം ബോർഡിലേക്ക് ഒഴിച്ചത്. എടാ, നിനക്ക് ചെറിയ വട്ടാന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അതുകൊണ്ട് ഈ ചായ വീടിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ശരിയാ, അഞ്ജനയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു വട്ടുണ്ട്. അവളുടെ ദേഹത്ത് മറ്റൊരാൾ സ്പർശിക്കുന്നത് പോയിട്ട് അവളുടെ മുഖത്ത് നോക്കി മറ്റൊരാൾ പുഞ്ചിരിച്ചാ പോലും ഞാൻ സഹിക്കില്ല. എടാ, ഇതേ ചെറിയ വട്ടൊന്നുമല്ല, മുഴു ഭ്രാന്ത. ആ ഭ്രാന്ത് ഞാനങ്ങ് ആസ്വദിക്കുക, അംഗീകരിക്കുക. എന്ത്, തനിക്ക് വല്ല വിരോധമുണ്ടോ? തനിക്ക് കളിച്ച് ചിരിച്ച് ക്യാരംസ് ബോർഡ് ആസ്വദിക്കണമെങ്കിലേ അതിന് തന്റെ ഭാര്യനെ വിളിച്ചോണ്ടിരണം. എന്റെ പെണ്ണിനെ അങ്ങ് വിട്ടേരെ. എടാ, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നേ ഇത് രണ്ടാമതാ. ചിലപ്പോ നീ സഹിച്ചെന്ന് വരില്ല. വീട് നിന്റെ ആയിരിക്കും, പക്ഷേ പെണ്ണ് എന്റെയാ. അതോർത്താ നിനക്ക് കൊള്ളാം. ഇങ്ങനെ ഉണ്ടോ? നീ എന്തിനാ ഗോവിന്ദ ഈ തൊണ്ടെല്ലാം കൂടി വാരി ചാക്കിലിടുന്നേ? കഴിഞ്ഞ തവണ വാഴ വലിച്ചു കിട്ടിയപ്പോഴേ തൊണ്ട് വെക്കാത്തതിന്റെ ഫലമാ കൊലയൊക്കെ മൂത്ത് വന്നപ്പം കുറെ ഒടിഞ്ഞു പോയത്. ഇന്ന് വാഴ കെട്ടാൻ ആളെ നിർത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് റോപ്പും കൂടി വാങ്ങിക്കണം. തൊണ്ട് വയ്ക്കുന്നതിനേക്കാളും നല്ലതേ കെട്ട് കുറച്ച് കയറ്റി വാഴയുടെ കവളി കെട്ടുന്നത്. എങ്ങും പോവില്ല, അവിടെ നിന്നോളും. അതൊക്കെ അവന്മാരൊരു ചടങ്ങാക്കും. ഇതാകുമ്പോ എളുപ്പം പണി കഴിയും. അല്ല, പാലിനെന്താ ഈ വിഷത്തി അങ്ങോട്ട് വരുന്നില്ലേ? വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ചിലപ്പോ തൃക്കണ്ണൂർ അമ്പലം വരെ ഒന്ന് പോകേണ്ടി വരും. അവിടുന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് വിളിക്കുമ്പോ അങ്ങ് പോയാ പോരെ? ആ വിനോദാണ് വാഴ കെട്ടാൻ നിൽക്കുന്നത്. ഞാൻ എന്തു പറയുന്നോ അതിന് നേരെ വിപരീതം അവൻ ചെയ്യൂ. ബാലം വന്നൊന്ന് ഏൽപ്പിച്ചിട്ട് പോയാ പിന്നെ അവൻ അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തോളും. എന്തായാലും ഞാനും വയലിലേക്ക് വരുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് വിളിക്കുമ്പോ പോയാ പോരെ? എന്നാ പിന്നെ ബാ, ബാലം കേറ്. വാ. നിങ്ങളിത് എങ്ങോട്ട് പോവാ ബാല? വയലിലും പറമ്പിലൊക്കെ ഒന്ന് പോണം. കുറച്ചു കഴിഞ്ഞ് നമ്മുടെ തൃക്കണ്ണൂർ അമ്പലത്തിലും എത്തണം. പുനരുദ്ധാരണത്തിന്റെ ചില ഏർപ്പാടുകൾ ചെയ്യാനുണ്ട്. എന്താ, പരമേശ്വരൻ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം. എന്റെ ബാല, ഞാനിവിടെ വെറുതെ ഇരുന്ന് വേറിറങ്ങിയല്ലേ. ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വയലിലേക്ക് വരാം. ഓർമ്മകൾ പുതുക്കാൻ പറ്റിയില്ലെങ്കിലും ഓടിക്കളിച്ച മണ്ണിലൂടെ വെറുതെ ഒന്ന് നടക്കെങ്കിലും ചെയ്യാലോ. എങ്കിലേ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതിലങ്ങ് പൊക്കോ. ഞാൻ ഈ തൊണ്ടും കൊണ്ടേ അങ്ങ് നടന്നു വരാം. ആ തൊണ്ട അതിലങ്ങ് വെച്ചേക്ക്. നീ ഇതും ചുവന്നുകൊണ്ട് അതുവരെ നടക്കണ്ടേ? തൊണ്ടല്ലേ, പാറക്കല്ലൊന്നും അല്ലല്ലോ. ഈ കൂട്ടുകാരനെ കൊണ്ട് പോകുമ്പോഴേ മുന്നിൽ ഈ ചാക്കേട്ടിരിക്കുന്നത് കാണാത്ര സുഖമൊന്നും ഉണ്ടാവുകയല്ല. നമ്മക്കിതൊക്കെ ശീലമാണെങ്കിലും കൂട്ടുകാരൻ അതൊരു നാണക്കേടാവും. ഗോവിന്ദ, ഞാനും ഈ മണ്ണിൽ ജനിച്ചു വളർന്നതാ.
മാത്രമല്ല അതിലൊരു നാണക്കേടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉം. എന്നാലേ അത് വേണ്ട. ഇവനെ എന്റെ തോളിലിരിക്കാൻ വേണ്ടേ ഉള്ളൂ. നിങ്ങളങ്ങ് വന്നാ മതി, ഞാൻ പോവാം. ഉം. എന്നാ വാ ആ, കേറ്. ബാല, ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാം. ഉം. അമ്മേ, സാധനം എടുക്ക്. ഏത് സാധനം? ഛെ, സമയമില്ല. അമ്മയുടെ ബാഗ് എവിടെ? ബാഗ് കട്ടിലിനടിയിലുണ്ട്. ആ. എടാ എന്താടാ കാര്യമൊന്ന് പറ. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? ഇതിന്ന് കുറച്ചെനിക്ക് വേണം. ഡാ എടാ, ഇത് മാരക വിഷമാ. 50 ആനകളുടെ ജീവൻ എടുക്കാനുള്ള കരുത്തുണ്ട് ഇതിന്. അതറിയോ നിനക്ക്? ഇത് രക്തത്തിൽ കലർന്ന പതുക്കെ പതുക്കെ ആയിരിക്കും മരണം. നീ ഇത് ആർക്കും കൊടുക്കാൻ പോവാ? ബാലൻ എന്തെങ്കിലും ആകുന്നത് കണ്ടാലല്ലേ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്.